ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമായിട്ടുള്ള പുതിയ കുറേ ടിപ്സുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആരും തന്നെ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ, ഫുള്ളായിട്ട് കാണണം കേട്ടോ. കുറച്ച് പേസ്റ്റ് എടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ഇനി കോൾഗേറ്റ് ആയാലും ക്ലോസപ്പ് ആയാലും ഏതായാലും കുഴപ്പമില്ല. അതേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായിട്ട് കലക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളെ കയ്യിലുള്ള കറുള്ള കപ്പുകളും സോസറുകളും ഇതുപോലുള്ള എല്ലാതും അതിലിട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുക. ഏത് ചുവന്ന കറിയും പോവും, ചായക്കറിയും പോവും, എല്ലാം കറകളും പോകും കേട്ടോ. കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്മൾ വെറുതെ കളയുന്നതാണെങ്കിൽ നമുക്കത് അടുക്കളയിൽ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ് കഞ്ഞിവെള്ളം. നിങ്ങൾ ആരും തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ. പിന്നെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ച് കഴുകുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പാത്രത്തിനൊക്കെ നല്ല തിളക്കം കിട്ടും. അതിൻ്റെ പിടുത്തത്തുമ്മയും ഒക്കെ ഉണ്ടാവും നല്ല കറകൾ, അതൊക്കെ പോയി കിട്ടും കേട്ടോ. ഈ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകുക. അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടാനും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ കഞ്ഞിവെള്ളം. ഇനി സ്റ്റീലിൻ്റെ കയ്യിലിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവില്ലേ ചുവന്ന കറ, അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്തിടുക. എന്നിട്ട് നന്നായിട്ട് പിന്നെ ഒന്ന് കഴുകി കൊടുക്കുക. പിന്നെ കുറച്ച് ഫ്രഷ് കഞ്ഞിവെള്ളം എടുക്കുക. അതിലേക്ക് കോൾഗേറ്റോ മറ്റുള്ള സാധനങ്ങളൊന്നും ചേർക്കരുത്. ഇത് നമ്മളെ മുഖത്തും കയ്യിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ മുഖത്തിൻ്റെ കരിവാളിപ്പ് ഇതുപോലെ ക്യൂബാക്കി എടുത്തിട്ട് ഐസാക്കി എടുക്കുക. നമ്മളെ മുഖത്തിൻ്റെ കരിവാളിപ്പും കണ്ണിൻ്റെ തടത്തിലും പിന്നെ കരിമങ്ങലുണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും. അത് ഡെയിലി അങ്ങനെ ചെയ്താൽ മതി, മുഖത്ത് തേച്ചാൽ മതി. പിന്നെ നമ്മളെ പുല്ലിൽ ഒഴിക്കാൻ ഈ കഞ്ഞിവെള്ളത്തേക്ക് അപ്പശോട കുറച്ചിട്ട് ലയിപ്പിച്ചിട്ടാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ പുല്ലിലടിച്ച്